ഇന്ത്യ വിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാർ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനത്തിനാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനത്തിനാണ് ഈ ഒരു സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ AI-180 എന്ന വിമാനമായിരുന്നു ഇത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് വരേണ്ട വിമാനമായിരുന്നു. ഇന്ന് പുലർച്ചെ 12:30 കൊൽക്കത്തയിൽ 12:45 കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തു. അപ്പോഴാണ് വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ ഇടത് എഞ്ചിന് ലെഫ്റ്റ് സൈഡിലെ എഞ്ചിനിലായിരുന്നു ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പൈലറ്റ് യാത്രക്കാരോട് നിർദ്ദേശിക്കുകയായിരുന്നു മറ്റൊരു വിമാനത്തിൽ, അതായത് ഈ വിമാനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഉടൻ തന്നെ മറ്റൊരു വിമാന സർവീസ് ഏതാണ്ട് പുലർച്ചയോടെ തന്നെ മറ്റൊരു വിമാനം ഏർപ്പെടുത്തി ഈ യാത്രക്കാരെ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബോയിങ് 777 വിഭാഗ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് ഇത്. എന്തായാലും എയർ ഇന്ത്യയുടെ തുടർച്ചയായി തന്നെ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അത് ശ്രദ്ധയിൽപ്പെടുന്നത് വലിയ ആശങ്കയാണ് യാത്രക്കാർക്കിടയിൽ ഉണ്ടാക്കുന്നത്. അജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം എയർ ഇന്ത്യ നൽകിയിട്ടുണ്ടോ? ഔദ്യോഗികമായി അവർ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? അജീഷ്, എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അവർ തന്നെ അറിയിക്കുന്നത് വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ അതിനൊരു സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു. യാത്രക്കാരുടെ സുരക്ഷ മുൻകരുതിയാണ് വിമാനം അവിടെ നിന്ന് പിന്നീട് പുറപ്പെടാത്തത്. അതുകൊണ്ടാണ് അവരെ ആ വിമാനത്താവളത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വിമാനത്തിൽ മുംബൈയിലേക്ക് എത്തിച്ചത്. ആ വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. എന്താണ് ഈ സാങ്കേതിക പിഴവിന്റെ കാരണമെന്നറിയില്ല. എന്തായാലും ഈ സാങ്കേതിക പിഴവ്, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യാത്രക്കാരെ മുഴുവനും കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിയ ഈ വിമാനത്തിൽ നിന്ന് മാറ്റിയത്. നിലവിൽ ഇപ്പോൾ അവിടെ ഈ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എയർ ഇന്ത്യ ജീവനക്കാരടക്കം അതിലെ സാങ്കേതിക വിദഗ്ധർ നടത്തുന്നത്. എന്തായാലും ആർക്കും വേറെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്ത് അത് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഇതിന്റെ ഒരു എഞ്ചിനിൽ ഈ തകരാറ് കണ്ടെത്തിയത്. ശരി, ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.